അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ എൻ്റെ ഉമ്മാനെ എപ്പോഴും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. എപ്പോഴും ക്ഷണിക്കുമ്പോഴും ഉമ്മ ഓരോന്നും വേണ്ടാത്തരം പറയും, അതിനെ എതിർക്കും. അവർ മുശ്രിക്കത്താണ്, അവർ ബഹുദൈവ ആരാധകയാണ്. ഒരു ദിവസം ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഫഅസ്മഅത്നി ഫി റസൂലില്ലാഹി മാക്റ, മുഹമ്മദ് നബിയെ അവർ തെറി വിളിച്ചു. മുഹമ്മദ് നബിയെ പറയാൻ പാടില്ലാത്ത കാര്യം എൻ്റെ ഉമ്മ പറഞ്ഞു. ഫഅതൈതു റസൂലുള്ളാഹി വഅന അബ്കി, ഞാൻ കരഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വന്നു. അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ ഉമ്മാക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ ഇസ്ലാം പറഞ്ഞപ്പോൾ നിങ്ങളെ അധിക്ഷേപിച്ചു, പ്രവാചക നിന്ന നടത്തി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പ്രതികരിച്ചത്? മുഹമ്മദ് നബിയോട് അബൂ ഹുറൈറ പറയാണ്, ഫദഉല്ലാഹ യഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറ അഥവാ എൻ്റെ ഉമ്മാനെ ഹിദായത്തിലാക്കാൻ നബിയെ പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറ ഉമ്മാനെ നീ ഹിദായത്തിലാക്കണേ. പ്രവാചക നിന്നക്ക് മറുപടി തല കളയലാണ് എന്നുള്ള സംസ്കാരമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അധിക്ഷേപിച്ച ആളെ ഹിദായത്തിലാക്കണേ, നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചതാണ് സ്വഹീഹ് മുസ്ലിമിലെ 4673 ഹദീസ്. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അബൂ ഹുറൈറയുടെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷവും മുഹമ്മദ് നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ കാണാം.